നാരായണൻ സ്വാമി സൂര്യ ചാനലിൽ നിന്ന്. ഇന്ന് ലളിതാ സഹസ്രനാമം രണ്ടാമത്തെ ലെസനാണ്. ഈ മാസം 15-ാം തീയതി 3 നാമങ്ങളുള്ള ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി എന്ന 3 നാമങ്ങൾ എങ്ങനെ ചൊല്ലണം, അതിൻ്റെ അർത്ഥവും അന്നിപ്പോൾ പറഞ്ഞു. അതിൻ്റെ അടുത്തത് 2 നാമങ്ങൾ, എല്ലാം 16 അക്ഷരങ്ങളുള്ള നാമങ്ങളാണ്. ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത. ഓം ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. ഓം ദേവകാര്യ സമുദ്യതായൈ നമഃ. ചിദഗ്നികുണ്ഡ സംഭൂത, ഇതിൻ്റെ അർത്ഥം ദേവന്മാർ ഒരുക്കിയ ഹോമകുണ്ഡത്തിൽ നിന്നും സംഭൂതയായ ദേവിക്ക് നമസ്കാരം. ദേവകാര്യ സമുദ്യത, ദേവന്മാരുടെ കാര്യങ്ങൾ നോക്കി രക്ഷിക്കുന്ന മാതാവിനു നമസ്കാരം. അപ്പോൾ ഈ മന്ത്രം എങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ, ഓം ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. ഓം ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. ഓം ചിദഗ്നികുണ്ഡ സംഭൂതായൈ നമഃ. ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീലളിതാംബികാദേവ്യൈ നമഃ. 3 പ്രാവശ്യമോ 6 പ്രാവശ്യമോ എത്ര പ്രാവശ്യമാണെങ്കിലും പറയാം. അടുത്തത് ഓം ദേവകാര്യ സമുദ്യതായൈ നമഃ. ഓം ദേവകാര്യ സമുദ്യതായൈ നമഃ. ഓം ദേവകാര്യ സമുദ്യതായൈ നമഃ. ശിവശക്തൈക്യരൂപിണി പരബ്രഹ്മസ്വരൂപിണി ശ്രീലളിതാംബികാദേവ്യൈ നമഃ. ലളിതാ സഹസ്രനാമം ബുക്കിൽ ഈ ശിവശക്തിക്ക് രൂപിണി അതില്ല, നമ്മളായിട്ട് പറഞ്ഞു ചേർക്കുകയാണ്. ഈ മന്ത്രത്തിന് ശക്തി കിട്ടുവാൻ വേണ്ടി ദേവി ശിവശക്തിക്ക് രൂപിണിയാണ്, പരബ്രഹ്മസ്വരൂപിണിയാണ്, ലളിതാംബികാ ദേവിയാണ്. അതുകൊണ്ടാണ് ഈ 3 നാമങ്ങൾ ഇതിൽ ചേർത്തി പറയുന്നത്. മനസ്സിൽ നിങ്ങൾക്ക് എന്ത് വേണമോ ആ പ്രാർത്ഥനയോടുകൂടി ഈ മന്ത്രം ചൊല്ലുക. 3 പ്രാവശ്യമോ 6 പ്രാവശ്യമോ. അപ്പോൾ ഇപ്പോൾ 5 നാമങ്ങൾ കഴിഞ്ഞു. ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമത് സിംഹാസനേശ്വരി, ചിദഗ്നികുണ്ഡ സംഭൂത, ദേവകാര്യ സമുദ്യത. ഈ 5 നാമങ്ങൾ നിത്യം 3 മുതൽ 18 പ്രാവശ്യം വരെ പറയാം. ഓരോ നാമങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാവരും ഇത് ചൊല്ലാൻ ശ്രമിക്കുക, ചൊല്ലുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ നിറവേറ്റുക. ഇതിൻ്റെ കൂടെ ഞാൻ പറയുന്നത്, ഞാൻ 35 വർഷമായി അസ്ട്രോളജി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും ജാതകം നോക്കണമെന്നുണ്ടെങ്കിൽ എന്നെ സമീപിക്കാം. ഫോൺ നമ്പറുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അസ്ട്രോളജിക്ക് വേണ്ടിയും ഈ ലളിതാ സഹസ്രനാമത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിലും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ സംശയങ്ങൾ മുഴുവൻ മാറ്റിത്തരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം വിശ്വമാത്രേ നമഃ.